ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്കൻ ആക്രമണം. ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് US. നമുക്കത് കാണാം. ട്രംപ് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും ഇറാന്റെ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിർത്തിവെച്ച യുദ്ധം വീണ്ടും തുടങ്ങുമോ എന്നുള്ള കാര്യവും നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്ത് പല ഭാഗത്തുള്ള ചില ക്രിസ്ത്യൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെയായി ഇസ്രായേലി ആർമി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അതൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്തു തരാം. നമുക്ക് ആദ്യം തന്നെ US ഇറാനിയൻ കപ്പലിന് നേരെ ആക്രമിച്ചിട്ടുള്ള വാർത്ത നോക്കാം. ഇതിൽ പറയുന്നത് US ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അറേബ്യൻ സീയിൽ നിന്നും ഒരു ഇറാനിയൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള കാർഗോ വെസൽ ഏപ്രിൽ 19 ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് US ഫോഴ്സ് പറയുന്നത് അവരുടെ ബ്ലോക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS സ്പിറാൻസ്, ആ ഒരു എന്താ പറയാ, ഈ ഡിസ്ട്രോയർ ആണ് ഈ ഒരു വെസലിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. വെസൽ എന്ന് പറയുന്നത് തൗസ്ക എന്ന് പറയുന്നതാണ്. അതായത് ബന്ദർ അബ്ബാസ് ഇറാനിലേക്ക് പോകുന്ന ഒരു വെസലാണ്, ഒരു കപ്പലാണ് ഇതിൽ US ഫോഴ്സ് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാർണിംഗ്, ഏകദേശം 6 മണിക്കൂറോളം മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവരത് കേട്ടില്ല ക്രൂസ്. അതിനെ തുടർന്നാണ് ഫയർ ചെയ്തിട്ടുള്ളത്. അതായത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രൂ ഫെയിൽ ടു കമ്പൈൻ the Spirans directed personnel about the ship to evacuate the engine room. എഞ്ചിൻ റൂമിൽ നിന്നും അവിടെയുള്ള ആളുകൾ ക്രൂസിനോട് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് ഫയർ ചെയ്തിട്ടുള്ളത്. സെവറൽ ഫയർ, അതായത് ഒന്നിലധികം ഫയറിംഗ് നടത്തിയിട്ടുണ്ട്. ഫ്രം ഇറ്റ്സ് MK-45 5-inch ഗണ്ണിൽ നിന്നാണ് ഈ ഒരു അറ്റാക്കിംഗ് ഫയറിംഗ് നടന്നിട്ടുള്ളത്. ഡിസേബിൾ ദ വെസൽസ് പ്രൊപ്പൽഷൻസ് വെസലിന്റെ പ്രൊപ്പൽഷൻസ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിഷ്വൽസ് ഒന്ന് കാണാം. Motor vessel Tosca, vacate your engine room. We're prepared to subject you to disabling fire. Okay, we gave the flare. കണ്ടില്ലേ, എഞ്ചിൻ റൂം വക്കേറ്റ് ചെയ്യാനുള്ള വാർണിംഗ് കൊടുത്തു. അതിനുശേഷം സെവറൽ ഷോട്ട്സ് ആണ് നടത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മുടെ ട്രംപ് അണ്ണൻ പറയുന്ന കാര്യങ്ങളൊന്നും കാണാം. ട്രംപ് പറഞ്ഞത് ടുഡേ ഇറാനിയൻ ഫ്ലാഗ്ഡ് കാർഗോ ഷിപ്പ് നെയിം തൗസ്ക, ഏകദേശം 900 ഫീറ്റ് ലോങ് ഉള്ള ഒരു കാർഗോ, ഒരു എയർക്രാഫ്റ്റിന്റെ ആ ഒരു ഇതിലുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞുള്ളത്. അതായത് അത്രയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാവൽ ബ്ലോക്കേജ് കടക്കാൻ ശ്രമിച്ചു, അതായത് US നാവൽ ബ്ലോക്കേജ് കടക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. US നാവി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS സ്പിറാൻസ് ഇന്റർസെപ്റ്റ് ചെയ്തു ഇൻ ഗൾഫ് ഓഫ് ഒമാൻ. അവിടുന്ന് അതിനുശേഷം ഫെയർ ആയിട്ടുള്ള, അതായത് വാർണിംഗ്സ് കൊടുത്തു, നിർത്താൻ വേണ്ടിയിട്ടുള്ള പല വാർണിംഗും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇറാനിയൻ ക്രൂ റിഫ്യൂസ് ടു ലിസൺ, കേട്ടില്ല, റിഫ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ എഞ്ചിൻ റൂമിലേക്ക് ഒരു ഹോൾ ഇട്ടു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ US മെറൈൻസ് ഹാവ് കസ്റ്റഡി ഓഫ് ദി വെസൽ US മെറൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് തൗസ്ക ഈസ് അണ്ടർ US ട്രഷറി സാങ്ഷൻ ബിക്കോസ് ഓഫ് പ്രയർ ഹിസ്റ്ററി ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഇതിനു മുൻപും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയത് കൊണ്ട് തന്നെ US ട്രഷറി സാങ്ഷനിലുള്ള ഒരു അണ്ടറിലാണ് ഇപ്പോൾ തൗസ്ക ഉള്ളത് എന്നാണ് പറഞ്ഞത്. വി ഹാവ് ഫുൾ കസ്റ്റഡി ഓഫ് ദി ഷിപ്പ് ഫുള്ളി കസ്റ്റഡിയിലാണ്, നമ്മളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ആൻഡ് ആർ സീയിങ് വാട്ട്സ് ഓൺ ബോർഡ്, നമ്മൾ അതിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ പരിശോധിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഈ ഒരു ഷിപ്പ് ഇപ്പോൾ US കസ്റ്റഡിയിലാണ്, ഇറാനിയൻ ഷിപ്പാണ് US കസ്റ്റഡിയിൽ ഉള്ളത്. ആ കാര്യം മറക്കരുത്. ഇനി ഇറാൻ ഇതിൽ റിയാക്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വി വാണ്ട് ദാറ്റ് ദ ആംഡ് ഫോഴ്സ് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിൽ സൂൺ റെസ്പോണ്ട് ആൻഡ് റിറ്റലൈറ്റ് അഗൈൻസ്റ്റ് ദിസ് ആർമി പേരസി ആൻഡ് US മിലിറ്ററിക്കെതിരെയും ഈ ആർമി പേരസി, അതായത് കടൽ കൊള്ളക്കെതിരെയും. കാരണം ഇത് കടൽ കൊള്ളയായിട്ടാണ് ഇറാൻ ഈ ഒരു വിഷയത്തെ കാണുന്നത്. കാരണം കടലിലൂടെ പോകുന്ന ഒരു ഷിപ്പിനെ നിർത്തിവെച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആദ്യമേ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, US സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലോ ആ ഭാഗത്തുമായിട്ട് യാതൊരു റൈറ്റും ഇല്ല, അവിടെ നിൽക്കാനോ അവിടെ ബ്ലോക്ക് ചെയ്യാനോ ഒന്നിനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം അവർ കടൽ കൊള്ളയായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇത് ഇവിടെയും കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല.
ഇറാനെ നമുക്കറിയാം, ഇറാൻ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിരിക്കും. അവർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു യുദ്ധത്തിലേക്കുള്ള തുടക്കമായിരിക്കും. അതായത് നിർത്തിവെച്ച യുദ്ധം വീണ്ടും തുടങ്ങുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകമെമ്പാടും. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻസിന് ഒരു ഗിഫ്റ്റ് ഇസ്രായേലി ആർമി അയച്ചിട്ടുണ്ട്. അതങ്ങ് ലെബനനിലാണ് കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണാം. 16/12/2025 اخر باخر السنه. هذا كسرين الصليب على لميناه حطيناه على جنب منطقة الدورة حد مستشفى مر يوسف. ليه؟ لأنه حاطين نحن أغاني ميلاد تراتيل الميلادية، فمدري أي أدمة صار في كتير لأنه وجوه غريبة بالمنطقة وبالحي. صار له الصليب أكتر من 15 سنة محطوط، جايين كسرينه. നിങ്ങൾ ഈ വിഷ്വൽ കണ്ടിട്ടുള്ളത് സദേൺ ലെബനനിൽ വെച്ചിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു സ്റ്റാച്യു ഇസ്രായേലി ആർമി അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചായിരുന്നു, കാരണം ഇത് കൺഫേം ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ US ആർമി തന്നെ ഈ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് എ ഫോട്ടോ ഷോയിങ് എൻ ഇസ്രായേലി സോൾജിയർ യൂസിങ് എ ജാക്ക് ഹാമർ ടു സ്മാഷ് ദ ഹെഡ് ഓഫ് സ്റ്റാച്യു ഓഫ് ജീസസ് ഇൻ സദേൺ ലെബനൻ സ്പാർക്ക് ഔട്ട്റീച്ച്. Israeli army has now confirmed, അതായത് ഇസ്രായേലി ആർമി കൺഫേം ചെയ്തിട്ടുണ്ട്, that image circulating on social media is authentic. It needed that an investigation has been opened. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒതന്റിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത്, അത് ശരിയായിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് എന്ന് ഇസ്രായേലി ആർമി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ജെനുവിൻ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ അവർ ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ ഇന്ത്യയിലെ അവസ്ഥയാണ്. അതായത് ക്രിസ്ത്യാനികൾ ചില ആളുകളെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അവർ തിരിച്ച് ഇവർക്ക് നല്ല പണിയും കൊടുക്കും. ആ പണി എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ക്രിസ്മസിന്റെ സമയത്തും മറ്റല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ചില ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്കുള്ള ഗിഫ്റ്റാണ് ഇസ്രായേലി ആർമി ഒരു ഫോട്ടോ ആയിട്ട് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ വിഷ്വൽസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യമാണെന്നാണ് ഇസ്രായേലി ആർമി പറഞ്ഞത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ഇസ്രായേലി ആർമി പറയുന്നത്. അത് പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് നടക്കട്ടെ. കാരണം ഇവർ ഇതിനു മുൻപും ആളുകളെ കൊന്നതിന്, അതായത് പാലസ്തീനികളെയൊക്കെ കുട്ടികളെ കൊന്നതിനൊക്കെ പേരിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അവർ ആ ഒരു സമയത്ത് ചാർജസ്, അതായത് കുട്ടികളെ അടക്കം കൊന്നിട്ടുള്ളതിന്റെ ചാർജസ് ഉള്ള ഓഫീസേഴ്സിനെ, സോൾജേഴ്സിനൊക്കെ തിരിച്ച് സർവീസിലേക്ക് എടുത്തതായിട്ടുള്ള ന്യൂസസ് ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആയാലും ശരി, പണിഷ്മെന്റ് ആയിരുന്നാലും ശരി, എല്ലാം അത്രേ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല. ഇപ്പോൾ നമ്മൾ ഗുരുതരമായിട്ട് നോക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇറാനിയൻ കപ്പലിനെ US അറ്റാക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെന്തായാലും ഇറാൻ തിരിച്ചടിക്കും. പക്ഷെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു യുദ്ധം വരും. ആ യുദ്ധം എന്ന് പറയുന്നത് അവിടെ ഇറാനിനോ US-നോ ഇസ്രായേലിനോ മാത്രമല്ല ബുദ്ധിമുട്ട് വരിക, അതെല്ലാവർക്കും, ലോകത്തിൽ മുഴുവനായിട്ടും ആ ബുദ്ധിമുട്ട് ഉണ്ടാകും. നമുക്കറിയാം, ഈ ചെറിയൊരു ദിവസം ഒരു യുദ്ധം, ഒരു അടി നടന്നപ്പോൾ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ട് ഇന്ത്യയിലടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗ്യാസിന്റെ പേരിൽ. ആ ഗ്യാസിന്റെ ഇഷ്യൂ ഇതുവരെ തീർന്നിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് കവറപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സീസ് ഫയർ നടന്ന അന്ന് മുതൽ തന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്തു അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ പിന്നീട് അത് വലിയൊരു പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ.